ഈ ഒരു ഡേറ്റ യൂസ് ചെയ്താണ് LLM യൂസറിന് റിപ്ലൈ കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് റാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരം ക്വസ്റ്റ്യൻസ് ChatGPTയോടോ ജെമിനിയോടോ ചോദിക്കുമ്പോൾ സെർച്ചിങ് ദ വെബ് എന്നൊരു പ്രോഗ്രസ് ബാർ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാക്ക് എൻഡിൽ നടക്കുന്നത് ഗ്രാഫ് റാഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫ് റാഗ് അറിയുന്നതിന് മുൻപ് റാഗ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ റാഗിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് അവൈലബിൾ ആണ്. ChatGPT, ജെമിനി, ക്ലോഡ് അങ്ങനെ തുടങ്ങി ഒരുപാട് മോഡൽസ് ഇന്ന് അവൈലബിൾ ആണ്. ഇത്തരം മോഡൽസ് യൂസ് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾക്ക് ഇന്നുള്ള മിക്ക ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്താൻ യൂസ് ചെയ്യുന്നത് ഇത്തരം LLMs ആണ്. സോ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരാൻ ഇത്തരം LLMsന് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് റാഗ്? എവിടെയാണ് റാഗ് യൂസ് ചെയ്യുന്നത്? സോ ഇവിടെ LLMsൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവയെ ട്രെയിൻ ചെയ്യിച്ച ഡേറ്റയെക്കുറിച്ച് മാത്രമേ അവയ്ക്ക് അറിവ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു എക്സാമിന് ഒരു സിലബസ് ഉണ്ടാകും. ആ സിലബസ് ബേസ് ചെയ്തുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇനി ആ സിലബസിന് പുറത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതുകയില്ല. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. നമുക്ക് അതിൻ്റെ ആൻസർ അറിയില്ല. ഇതുപോലെ തന്നെയാണ് LLMsൻ്റെ കാര്യവും. LLMsനെ ഒരുപാട് ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിച്ചാണ് എടുക്കുന്നത്. ഈ ട്രെയിൻ ചെയ്യിച്ച ഡേറ്റയെക്കുറിച്ച് മാത്രമേ അതിന് ആൻസർ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിന് പുറത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് ആൻസർ നൽകാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, 2025 വരെയുള്ള ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിച്ച മോഡലിനോട് 2026 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് റിപ്ലൈ തരാൻ സാധിക്കില്ല. ബിക്കോസ് 2025 ആണ് ആ മോഡലിൻ്റെ നോളജ് കട്ട് ഓഫ്. ഇനി ഏപ്രിൽ 2023 നോളജ് കട്ട് ഓഫ് ഉള്ള ഒരു മോഡലിനോട് iPhone 17 ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചാലോ അല്ലെങ്കിൽ 2024 IPL ആര് ജയിച്ചു എന്ന് ചോദിച്ചാലോ റിപ്ലൈ തരാൻ സാധിക്കില്ല. ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മോഡൽ കൈമലർത്തും. ബിക്കോസ് അതിന് ആ ഡേറ്റയെക്കുറിച്ച് അറിവില്ല. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ലാർജ് ലാംഗ്വേജ് മോഡൽസിന് ഉണ്ട്. ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം, ലേറ്റസ്റ്റ് ഡേറ്റ യൂസ് ചെയ്ത് ഈ മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചാൽ പോരെ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് ടെക്നിക്കലി ഫീസിബിളായ കാര്യമല്ല. മോഡൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന പ്രോസസ്സ് സ്ലോ ആണ്, എക്സ്പെൻസീവ് ആണ്, ടെക്നിക്കലി കോംപ്ലക്സ് ആണ്. ഇതിന് ഒരുപാട് കമ്പ്യൂട്ട് റിസോഴ്സ് ആവശ്യമാണ്. സോ റീട്രെയിനിങ് വിത്ത് ന്യൂ ഡേറ്റ ഈസ് നോട്ട് ഫീസിബിൾ. ഇവിടെയാണ് റാഗ് അഥവാ റിട്രീവൽ ഓഗ്യുമെൻറ്റഡ് ജനറേഷന് പ്രസക്തി വരുന്നത്. റാഗ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ റിലവൻ്റ് ആയ ഡേറ്റ മറ്റൊരു ഡേറ്റാബേസിൽ നിന്നും എടുത്ത് അത് ഈ ഒരു LLMന് കൊടുത്ത് അതിൽ നിന്നും LLM റിപ്ലൈ ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റാഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടി ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിനു വേണ്ടി ഒരു ജനറൽ LLM നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഈ മോഡലിന് കസ്റ്റമറിന് മനസ്സിലാകുന്ന രീതിയിൽ റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. പക്ഷേ വെബ്സൈറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചോ അവരുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചോ യൂസറിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ചോ അറിവില്ല. യൂസറിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒരു ഡോക്യുമെൻ്റ് രൂപത്തിലായിരിക്കാം നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെൻ്റ് രൂപത്തിലായിരിക്കാം നമ്മുടെ കയ്യിൽ ഉള്ളത്. അത് ചിലപ്പോൾ PDF ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ക് ആയിരിക്കാം. എന്നാൽ ഈ ഒരു ഡേറ്റ ഡയറക്റ്റ്ലി നമുക്ക് LLMനെ ഫീഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഈ ഡേറ്റ മറ്റൊരു ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നു. വെക്റ്റർ ഡേറ്റാബേസ് പോലുള്ള ഒരു ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. വെക്റ്റർ എംബഡിങ്സ് ആയിട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. വെക്റ്റർ ഡേറ്റാബേസിനെ കുറിച്ചും വെക്റ്റർ എംബഡിങ്സിനെ കുറിച്ചും പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു ഡേറ്റ നമ്മൾ ഒരു ഡേറ്റാബേസിലേക്ക് അഥവാ വെക്റ്റർ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫസ്റ്റ് യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ ഈ വെക്റ്റർ ഡേറ്റാബേസിൽ നിന്നും റിട്രീവ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഈസ് റിട്രീവൽ. നെക്സ്റ്റ്, ഈ റിട്രീവൽ ചെയ്ത ഡേറ്റ മോഡലിലേക്ക് നൽകിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്ത് വേണം യൂസറിന് റിപ്ലൈ കൊടുക്കേണ്ടത് എന്ന് LLMനോട് പറയുന്നു. ഇവിടെ ഓഗ്യുമെൻറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡലിന് അറിയാവുന്ന ഇൻഫർമേഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ആക്കി ഒന്നുകൂടി ഡേറ്റ എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡാണ് ഓഗ്യുമെൻറ്റഡ്. ഈ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് യൂസറിന് റിപ്ലൈ കൊടുക്കുന്ന സ്റ്റെപ്പാണ് ജനറേഷൻ. സോ യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റിലവൻറ്റ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നു, ദെൻ ഓഗ്യുമെൻറ്റ് ചെയ്യുന്നു, ദെൻ റിപ്ലൈ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് റാഗിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി. ഇനി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT, ജെമിനി, ക്ലോഡ് ഇങ്ങനെയുള്ള മോഡലുകൾക്ക് ഈ പറഞ്ഞ നോളജ് കട്ട് ഓഫ് ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. എല്ലാ മോഡലുകൾക്കും നോളജ് കട്ട് ഓഫ് ഉണ്ട്, എന്നാൽ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ChatGPTയുടെ തുടക്കകാലത്തെ മോഡലിനോട് കറണ്ട് ഇവൻറ്റ്സിനെ പറ്റി ചോദിച്ചാൽ
അതിന് ആൻസർ തരാൻ കഴിയില്ലായിരുന്നു ബിക്കോസ് ഓഫ് ദി നോളജ് കട്ട് ഓഫ്. എന്നാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസിനോട് ലേറ്റസ്റ്റ് ഇവൻറ്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ആൻസർ നൽകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റാഗ് പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഇത്തരം ക്വസ്റ്റ്യൻസിന് മോഡൽസ് ആൻസർ നൽകുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ChatGPTയോടോ ജെമിനിയോടോ ചോദിക്കുമ്പോൾ ആ ഒരു ടൈമിൽ സെർച്ചിങ് ദ വെബ് എന്നൊരു പ്രോഗ്രസ് ബാർ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാക്ക് എൻഡിൽ നടക്കുന്നത് റാഗ് പോലുള്ള റിട്രീവൽ മെത്തേഡാണ്. റിയൽ ടൈം ഡേറ്റ ഫെച്ച് ചെയ്ത് ആ ഡേറ്റ യൂസ് ചെയ്താണ് നിങ്ങൾക്ക് ആൻസർ നൽകുന്നത്. സോ റാഗ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്താണ് ഗ്രാഫ് റാഗ്? ഗ്രാഫ് റാഗ് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഗ്രാഫ് ഡേറ്റാബേസ്. ട്രഡീഷണൽ ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസിൽ റോസ് ആയിട്ടാണ്. എന്നാൽ ഗ്രാഫ് ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നോഡ്സ് ആൻഡ് എഡ്ജസ് ആയിട്ടാണ്. ഇവിടെ നോഡ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, മീൻസ് അത് എന്തുമാകാം. ഫോർ എക്സാമ്പിൾ പീപ്പിൾ, പ്ലേസസ്, പ്രൊഡക്റ്റ്, അങ്ങനെ എന്തുമാകാം. ഇനി എഡ്ജസ് എന്ന് പറയുന്നത് ഈ നോഡ്സ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ അല്ലെങ്കിൽ കണക്ഷനാണ്. അതുപോലെ ഈ ഓരോ നോഡിലും അതിൻ്റെ ഡീറ്റെയിൽസ് അഥവാ പ്രോപ്പർട്ടീസും ഉണ്ടാകും. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിമ്പിൾ ഗ്രാഫ് ഡേറ്റാബേസ് വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. കുറച്ച് നോഡ്സും അതിൻ്റെ റിലേഷൻസും. ഇതിൽ ആലീസ്, ബോബ്, കാരോൾ, അതുപോലെ ചെസ്, പെയിൻറ്റിങ് ഇവയെല്ലാം നോഡ്സ് ആണ്. ഇവിടെ ആലീസ് എന്ന നോഡും ബോബ് എന്ന നോഡും തമ്മിൽ ഒരു റിലേഷൻ അഥവാ എഡ്ജ് ഉണ്ട്. അതാണ് ഈസ് ഫ്രണ്ട് വിത്ത്. അതുപോലെ ബോബും കാരോലും തമ്മിൽ ഈസ് ഫ്രണ്ട് വിത്ത് എന്ന റിലേഷനുണ്ട്. അതുപോലെ കാരോൾ എന്ന നോഡും ചെസ് എന്ന നോഡും തമ്മിൽ ലൈക്സ് എന്ന റിലേഷനുണ്ട്. അതുപോലെ ആലീസ് എന്ന നോഡും പെയിൻറ്റിംഗ് എന്ന നോഡും തമ്മിൽ ലൈക്സ് എന്ന റിലേഷനുണ്ട്. ഈ ഒരു ഗ്രാഫിൽ നിന്നും ആരൊക്കെയാണ് ബോബ്സിൻ്റെ ഫ്രണ്ട്സ് എന്ന് മനസ്സിലാക്കാം, ആരൊക്കെയാണ് ചെസ് ഇഷ്ടമുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ആലീസിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരൊക്കെയാണ് ചെസ് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിൽ ആരൊക്കെയാണ് ചെസ് ഇഷ്ടമുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റയും അവ തമ്മിലുള്ള റിലേഷനും മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതുപോലെ ഡേറ്റയും അവ തമ്മിലുള്ള റിലേഷനും അടങ്ങിയതാണ് ഗ്രാഫ് ഡേറ്റാബേസ്. ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ വളരെ കുറച്ച് നോഡ്സും റിലേഷൻഷിപ്പും മാത്രമേ ഉള്ളൂ. എന്നാൽ റിയൽ വേൾഡ് ആപ്പിൽ മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് നോഡ്സും റിലേഷൻസും ഉണ്ടാകും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസായ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇത്തരം ഗ്രാഫ് ഡേറ്റാബേസ് യൂസ് ചെയ്താണ്. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോമിലെ ഫ്രണ്ട്സ് റെക്കമെൻഡേഷൻ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നമ്മുടെ സ്കിൽസ്, എഡ്യൂക്കേഷൻ, കമ്പനി ഇതിന് സിമിലർ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എടുത്ത് അവരെ ആയിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ ആഡ് ചെയ്ത ഫ്രണ്ട്സിൽ കോമൺ ആയ സ്കിൽസ്, എഡ്യൂക്കേഷൻ തുടങ്ങിയവ നോക്കി അത്തരം സ്കിൽസ് ഉള്ള ഫ്രണ്ട്സിനെ ആയിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സിമിലർ മെത്തേഡ് തന്നെയാണ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്താണ് ഇത്തരം റെക്കമെൻഡേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇത്തരം ഗ്രാഫ് ഡേറ്റാബേസിന് എക്സാമ്പിൾസ് ആണ് Neo4j, ആമസോൺ, നെപ്റ്റ്യൂൺ എക്സെട്ര. ഗ്രാഫ് ഡേറ്റാബേസ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി എന്താണ് ഗ്രാഫ് റാഗ്? നോർമൽ റാഗിൻ്റെ കേസിൽ നമ്മൾ ആൾറെഡി പറഞ്ഞതുപോലെ ഒരു വെക്റ്റർ ഡേറ്റാബേസിൽ നിന്നുമായിരിക്കും റിലവൻ്റ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. എന്നാൽ ഗ്രാഫ് റാഗിൻ്റെ കേസിൽ ഒരു ഗ്രാഫ് ഡേറ്റാബേസിൽ നിന്നും ആയിരിക്കും റിലവൻ്റ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസറിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഈ കീവേഡ്സ് യൂസ് ചെയ്താണ് ഗ്രാഫ് ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യുന്നത്. അതിനുശേഷം റിലവൻ്റ് നോഡ്സ് ആൻഡ് റിലേഷൻ റിട്രീവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹൂ ഇൻ മൈ നെറ്റ്വർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാരീസ് ആൻഡ് നോസ് ഡേറ്റാ സയൻസ് എന്ന ഒരു സെർച്ച് കുറിക്ക് പാരീസ്, ലൊക്കേഷൻ, ഡേറ്റാ സയൻസ് എന്നീ കീവേഡ്സ് യൂസ് ചെയ്ത് ഗ്രാഫ് ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യുന്നു. അവിടെ നിന്നും ഈ കീവേഡ്സിന് റിലേറ്റഡ് ആയ ഡിഫറെൻറ്റ് നോഡ്സ് ആൻഡ് റിലേഷൻ റിസൾട്ടായി കിട്ടുന്നു. ഇവിടെ ഈ സെർച്ചിന് യൂസ് ചെയ്യുന്നത് ഗ്രാഫ് ക്വറിയാണ്. ഫോർ എക്സാമ്പിൾ, Neo4j ആണ് ഗ്രാഫ് ഡേറ്റാബേസ് എങ്കിൽ ഈ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ് ആണ് സൈഫർ ക്വറി. നമ്മൾ സാധാരണ MySQL ഡേറ്റാബേസിലൊക്കെ SQL ക്വറി യൂസ് ചെയ്യുന്നത് പോലെ Neo4jയിൽ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ് ആണ് സൈഫർ ക്വറി. ഈ ക്വറിയുടെ റിസൾട്ട് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ നോഡ്സും അവയുടെ റിലേഷൻസും ആയിരിക്കും. ഇത്തരം റിസൾട്ട്സ് ട്രിപ്പിൾസ് എന്ന ഫോർമാറ്റിലോ JSON ഫോർമാറ്റിലോ ഒക്കെ ആയിരിക്കും LLMന് കൊടുക്കുന്നത്. LLM ഈ ഡേറ്റ യൂസ് ചെയ്ത് യൂസറിന് ആവശ്യമുള്ള ഒരു റിപ്ലൈ ആയി ജനറേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ഗ്രാഫ് റാഗിൻ്റെ ഒരു ബേസിക് ഫ്ലോ. മോഡേൺ ഗ്രാഫ് റാഗിൽ വെക്റ്റർ സെർച്ചിങ്, മെറ്റാഡേറ്റ ഫിൽറ്ററിംഗ് തുടങ്ങിയ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഞാനിവിടെ പറഞ്ഞത് ഗ്രാഫ് റാഗിൻ്റെ ബേസിക് ഫ്ലോ ആണ്. ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ ഗ്രാഫ് റാഗിൽ ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് ഒരു ഗ്രാഫ് ഡേറ്റാബേസിൽ നിന്നും ആയിരിക്കാം. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അത് മറ്റെന്തെങ്കിലും ഫോർമാറ്റിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ PDFs, ഡോക്സ് അല്ലെങ്കിൽ
ഒരു റിലേഷണൽ ഡേറ്റാബേസ് ആകാം. ഇവിടെ ഗ്രാഫ് റാഗ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഡേറ്റയെ ഗ്രാഫ് ഡേറ്റാബേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഒരു ടേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് ആണെങ്കിൽ ഇതിലെ ഓരോ റോയിലെ ഡേറ്റയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കി അതിനനുസരിച്ച് നോഡ്സ് ആൻഡ് എഡ്ജസ് എന്നിവ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സാമ്പിൾ ഗ്രാഫ് ഡേറ്റയാണ്. ഇത് Neo4j എന്ന ഗ്രാഫ് ഡേറ്റാബേസ് ആണ്. ഇതിൽ കുറച്ച് മൂവീസും അതിൻ്റെ റിലേഷൻസും കാണിച്ചിട്ടുണ്ട്. ഇതിൽ 12 നോഡ്സും അതുപോലെ നോഡ്സിന് കുറച്ച് റിലേഷൻസും ഉണ്ട്. ഇതിൽ അവാർഡ്, കമ്പനി, മൂവി, പേഴ്സൺ ഇതൊക്കെയാണ് നോഡ്സ്. ഡയറക്റ്റഡ്, പ്രൊഡ്യൂസ്ഡ്, ആക്റ്റഡ് ഇതൊക്കെയാണ് റിലേഷൻസ്. ഇതിൽ മൂവി എന്ന ഒരു നോഡ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഡാർക്ക് നെറ്റ് എന്ന നോഡ് എടുത്താൽ അതിന് പല റിലേഷൻസ് ഉണ്ട്. വാർണർ ബ്രോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളനാണ്. ഇതൊരു ആക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഫിലിമാണ്. അതുപോലെ ക്രിസ്ത്യൻ ബേലാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മറ്റു കുറച്ച് ഫിലിംസും ഇവിടെ കാണാം. അവയ്ക്കും പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. ഇതിൽ നിന്നും പലതരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത ഫിലിംസ് ഏതൊക്കെയാണ് എന്ന് അറിയാൻ ഇങ്ങനെ ഒരു ക്വറി കൊടുത്താൽ മതിയാകും. ഇവിടെ നിങ്ങൾക്ക് മൂവീസിൻ്റെ നോട്ട്സും അതുമായി റിലേഷനുള്ള പേഴ്സൻ്റെ നോട്ട്സും കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വറി നോക്കാം. ഇൻസെപ്ഷൻ എന്ന ഫിലിമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻസെപ്ഷൻ എന്ന ഫിലിമുമായി കണക്ഷനുള്ള എല്ലാ റിലേഷൻസും കിട്ടുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ക്വറിയാണ്. റിസൾട്ടിൽ നമുക്ക് കാണാം ഇതൊരു സൈഫൈ മൂവിയാണ്. ഹാൻസ് സിമ്മറാണ് മ്യൂസിക് ഡയറക്ടർ. ക്രിസ്റ്റഫർ നോളനാണ് ഡയറക്ഷൻ. അതുപോലെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി അവാർഡ് നേടിയ ഫിലിമാണ്. ഇങ്ങനെയുള്ള റിലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈയൊരു റിസൾട്ട് ആയിരിക്കും ഗ്രാഫ് റാഗിൻ്റെ കേസിൽ നമ്മൾ LLMന് കൊടുക്കുന്നത്. ഈയൊരു ഡേറ്റ യൂസ് ചെയ്താണ് LLM യൂസറിന് റിപ്ലൈ കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് റാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് ആയി പറയുന്നത് ഇനീഷ്യൽ ഡേറ്റ മോഡലിംഗ് കുറച്ച് കോംപ്ലക്സ് ആണ്. നോഡ്സ്, റിലേഷൻസ് എന്നിവ മനസ്സിലാക്കാനും അത് ഡിസൈൻ ചെയ്യാനും ടൈം എടുക്കും. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഡേറ്റ വരുമ്പോൾ ഇത് സ്ലോ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ മെയിൻ്റെനൻസ് കോംപ്ലക്സിറ്റി, പുതിയ ഡേറ്റ വരുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഡേറ്റയുമായി സിങ്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ഡ്രോബാക്സ്. സോ നോർമൽ റാഗും ഗ്രാഫ് റാഗും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നോർമൽ റാഗിൽ ഡേറ്റ സോഴ്സ്, PDF, വെബ് പേജ് ഇതൊക്കെയാണ് മോസ്റ്റ്ലി ടെക്സ്റ്റ് കണ്ടൻ്റ് ആയിരിക്കും. എന്നാൽ ഗ്രാഫ് റാഗിൽ നോഡ്സ് ആൻഡ് റിലേഷൻസ് ആയിരിക്കും. നോർമൽ റാഗിൽ ടെക്സ്റ്റ് ചങ്ക്സ് ആയിട്ടാണ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. മീൻസ് ടെക്സ്റ്റ് ഓരോ പാർട്ടായാണ് റിട്രീവ് ചെയ്യുന്നത്. എന്നാൽ ഗ്രാഫ് റാഗിൽ നോഡ്സ് ആൻഡ് റിലേഷൻസ് ആണ്. നോർമൽ റാഗിൽ വെക്റ്റർ എംബഡിങ്സ് യൂസ് ചെയ്താണ് സിമിലാരിറ്റി സെർച്ച് ചെയ്യുന്നത്. ഗ്രാഫ് റാഗിൽ ഗ്രാഫ് ട്രാവേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. Q&A, ടെക്സ്റ്റ് സമ്മറൈസേഷൻ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ നോർമൽ റാഗ് യൂസ് ചെയ്യാം. റിലേഷൻസ് കണ്ടുപിടിക്കാനും അവ റീസണിങ് ചെയ്യാനും ഗ്രാഫ് റാഗാണ് ബെറ്റർ. സോ നോർമൽ റാഗും ഗ്രാഫ് റാഗും തമ്മിലുള്ള ഡിഫറൻസും അവ എന്താണ് എന്നും മനസ്സിലായി എന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. Thank you for watching and see you in the next video.